വിശ്വപൗരൻ ഇപ്പോൾ സംഘി പൗരനായി അധപ്പതിച്ചിരിക്കുന്നു. ഇന്ത്യയുടെ ചരിത്രം താങ്കളുടെ ഇംഗ്ലീഷ് ഉച്ചാരണം കൊണ്ട് എഴുതപ്പെട്ടതല്ല. നെഹ്റു കുടുംബം എന്നത് അവരുടെ രക്തത്തിൽ മുദ്രയിട്ട ചരിത്രമാണ് ഇന്ത്യക്കുള്ളത്. ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും വാഹനാപകടത്തിൽ മരണപ്പെട്ടവരല്ല മിസ്റ്റർ തരൂർ. അവർ ഈ രാജ്യത്തിനായി രക്തം ചൊരിഞ്ഞ വീരന്മാരാണ്. രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കുമായി ജീവൻ ബലി നൽകിയവർ. താങ്കൾ പറയുന്ന വിശ്വപൗരത്വം ഒരു ഫാഷനാകാം, താങ്കൾക്ക് അഭിമാനമാകാം. പക്ഷേ ഇന്ത്യക്കാർക്ക്, ഞങ്ങൾ കോൺഗ്രസ്സുകാർക്ക് അപമാനമായിരിക്കുന്നു ഇപ്പോൾ. പക്ഷേ ഈ മണ്ണിൽ പിറന്നവർക്ക് ഇന്ത്യ ഫാഷനല്ല, വിശ്വാസമാണ്. രാജ്യത്തിൻ്റെ വീര ഷഹീദുകളെപ്പോലും പരിഹസിക്കാനുള്ള ധാർഷ്ട്യം എവിടെ നിന്നാണ് വരുന്നതെന്ന് അന്നം കായ്ക്കുന്നവർക്ക് മനസ്സിലാകുന്നുണ്ട്. ഗാന്ധി കുടുംബത്തിൻ്റെ അവരുടെ ബലിദാനത്തെ താങ്കൾ നാടകമാക്കി കാണാൻ ശ്രമിക്കുമ്പോൾ താങ്കൾ മറക്കുകയാണ്, അല്ലെങ്കിൽ മനഃപൂർവ്വം ഗാന്ധി നെഹ്റു കുടുംബത്തെയും കോൺഗ്രസിനെയും ഞങ്ങളുടെ ശത്രുക്കൾക്കും താങ്കളുടെ മിത്രങ്ങൾക്കും വേണ്ടി ഒറ്റിക്കൊടുക്കുകയാണ്. ഈ മണ്ണിലെ ഓരോ ഇഞ്ചിനു പിന്നിലും നെഹ്റു കുടുംബം വില പറഞ്ഞതിൻ്റെ മൂല്യമുണ്ട്. അവരുടെ ഓരോ രക്തത്തുള്ളിയും വീണിരിക്കുന്നത് ഈ മണ്ണിലാണ്. ഇന്ദിരാഗാന്ധി ഈ ദേശം പിളർക്കാൻ ശ്രമിച്ചവർക്കെതിരെ ഇരുമ്പ് പോലെ നിന്ന സ്ത്രീ. രാജീവ് ഗാന്ധി യുവ ഭാരതത്തിൻ്റെ സ്വപ്നങ്ങൾ തീർത്ത നേതാവ്. ആ സ്വപ്നം തകർക്കാനായിരുന്നു ഭീകരശക്തികൾ അവരുടെ രക്തം ചിന്തിയത്. സ്വന്തം ജീവൻ നൽകി അവർ വീണു ഈ രാജ്യത്തിനു വേണ്ടി. പക്ഷേ ഇന്ത്യ ഉയർന്നു. അതാണ് ഈ കുടുംബത്തിൻ്റെ പാരമ്പര്യം. ശശി തരൂരിനെ പോലുള്ളവർക്ക് ഈ ബലിദാനം മനസ്സിലാകില്ല. ഈ കുടുംബം അനുഭവിച്ച വേദന മനസ്സിലാവില്ല. ഇന്ത്യയിലെ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും മനസ്സിലാവുകയും തിരിച്ചറിയാനും കഴിയില്ല താങ്കൾക്ക്. താങ്കൾ ഇന്ത്യൻ പാസ്പോർട്ട് കയ്യിലേന്തി ഗ്ലോബൽ സിറ്റിസൺ എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ നെഹ്റു കുടുംബം ഈ മണ്ണിനായി ജീവൻ നൽകുകയായിരുന്നു. താങ്കൾക്ക് ഇന്നെല്ലാം പറയാനുള്ള സ്വാതന്ത്ര്യം കിട്ടിയത് ഞങ്ങളുടെ നേതാക്കൾ പോരാടി നേടിയ സ്വാതന്ത്ര്യം ഒന്നുകൊണ്ട് മാത്രമാണ്. താങ്കളുടെ ഇംഗ്ലീഷ് പ്രസംഗങ്ങൾ കൊണ്ടല്ല ഈ ദേശം വളർന്നത്. ഇത് വളർന്നത് തങ്ങളുടെ ജീവന് തുല്യം സ്നേഹിക്കുന്ന നേതാക്കളുടെ രക്തത്തുള്ളികൾ കൊണ്ടാണ്. അതുകൊണ്ട് കേൾക്കുക മിസ്റ്റർ ശശി തരൂർ, താങ്കളുടെ വിശ്വപൗരൻ ഭാവനകൾ കൊണ്ട് നെഹ്റു കുടുംബത്തിൻ്റെ മഹത്വം അളക്കാൻ ശ്രമിക്കേണ്ട. ആ മഹിമ അളക്കാൻ ഈ ഭൂമിക്ക് മുകളിൽ ശശി തരൂർ എന്നല്ല മറ്റൊരാളും ഇതുവരെ വളർന്നിട്ടില്ല. കാരണം ഈ കുടുംബത്തിൻ്റെ ചരിത്രം അത് രക്തത്തിലും ബലിദാനത്തിലും എഴുതപ്പെട്ട ചരിത്രമാണ്. ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും മരിച്ചിട്ടില്ല. അവർ ജീവിക്കുന്നു ഓരോ ഇന്ത്യൻ ഹൃദയത്തിലും, ഓരോ പതാകയിലും, ഓരോ രക്തസിരകളിലും. അതുകൊണ്ട് വിശ്വപൗരൻ എന്ന ആലങ്കാരിക പദപ്രയോഗം ഒരു അഹങ്കാരമായി കൊണ്ടു നടക്കുന്ന താങ്കൾക്ക് താഴെത്തട്ടിലുള്ള ഒരു ബൂത്ത് പ്രസിഡന്റിന്റെ ബഹുമാനവും വിലയും ഞങ്ങൾ കോൺഗ്രസ്കാർ ഇപ്പോൾ നൽകുന്നില്ല. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും നന്ദി.